നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ, കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിന് പിന്നാലെ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു പഞ്ചായത്തിന്റെ നേട്ടങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് പ്രസിഡന്റ് സന്തോഷ് ലാൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ശ്രീ സന്തോഷ് ലാൽ. നമസ്കാരം. ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഇതിനോടകം തന്നെ നിർവഹിച്ചിരിക്കുന്നത്. ഈ ഭരണകാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? സാമാന്യ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്നതായ സേവനങ്ങൾ നൽകുവാനും പഞ്ചായത്തിന്റെ എല്ലാ വികസനങ്ങളിലും നമുക്ക് ഇടപെടാനും കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കുട്ടികളെയെല്ലാം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിന് പിന്നാലെ തന്നെ മാലിന്യമുക്തമാക്കാനും ഹരിത പഞ്ചായത്ത് ആക്കാനും എല്ലാം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും അതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടുന്ന ഒരു കാരണം. അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് തുമ്പോർ മൊഴികൾ നിർമ്മിച്ചു കൊടുക്കുവാനും ഈ തുമ്പോർ മൊഴിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആ വാർഡിലെ ഹരിതകർമ്മ സേനയും ഞങ്ങളെ നന്നായി സഹായിക്കുന്നു. ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾ ഉച്ചയ്ക്ക് വന്ന് കഴിക്കുന്നതായ ഭക്ഷണങ്ങളുടെ വേസ്റ്റുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാനും യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാതെ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങൾക്ക് കഴിയുന്നു. തീർച്ചയായും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളും ഏറെ എടുത്തു പറയേണ്ടതാണ്. എത്തരത്തിലാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് അംഗനവാടികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പഠനോപകരണങ്ങളെല്ലാം നൽകാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? തീർച്ചയായും ഈ വനിതാ ശിശു വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യമായി ക്രഷ് സംവിധാനം ഏർപ്പെടുത്തിയ ഒരു പഞ്ചായത്താണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത്. ക്രഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു വനിതാ ജീവനക്കാരിയാണെങ്കിലും മെറ്റേണിറ്റി ലീവിന് നമുക്ക് കിട്ടുന്ന അവധി എന്ന് പറയുന്നത് 6 മാസക്കാലമാണ്. അതേപോലെ തന്നെ തൊഴിലുറപ്പിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീജനങ്ങളായാലും ബഹുമാനരായിട്ടുള്ള സ്ത്രീജനങ്ങളാണെങ്കിലും അവരുടെ പ്രസവാനന്തരം അവർക്ക് കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി മുമ്പോട്ട് പോകാൻ നമ്മുടെ ക്രഷ് സംവിധാനം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ അംഗനവാടികളിൽ 3 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികളെയാണ് ആ അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ പകർന്നു നൽകുന്നതെങ്കിൽ ഈ ക്രഷ് പ്രവർത്തിക്കുന്നത് 6 മാസക്കാലം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ക്രഷ് പ്രവർത്തിക്കുന്നത്. അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളും അവർ വീടുകളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഡ്രസ്സുകളും മറ്റ് അവർക്ക് അനിവാര്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ ക്രഷിലൂടെ നമ്മൾ നിയമിക്കപ്പെട്ടിട്ടുള്ള അധ്യാപകരുടെയും ആയയുടെയും ഒക്കെ സഹായത്താൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ വളരെ നന്നായി പരിപൂർണമായി അവരെ സംരക്ഷിക്കുവാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വളർച്ചയെ ഓരോ രീതിയിലും നമ്മുടെ കൃഷിയിലെ അധ്യാപകരും പഞ്ചായത്തും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ എടുത്തു പറയേണ്ടതാണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് ആകാശമിഠായി എന്ന പേരിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർക്കായി നൽകുന്നത്, അല്ലേ? അതെ, ആകാശമിഠായി എന്ന് പറയുന്ന പേര്
തീർച്ചയായും ഞങ്ങൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇട്ടിരുന്ന പ്രോഗ്രാം അല്ല, അതിനു മുമ്പിലത്തെ സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അന്ന് നടത്തിയ ഈ പ്രോഗ്രാമിന്റെ പേരായിരുന്നു ആകാശമിട്ടായി എങ്കിൽ തുടർന്നും അതേ പേരിൽ തന്നെ ഈ ഭരണസമിതി വീണ്ടും അടുത്ത വർഷങ്ങളിൽ അങ്ങനെ ഒരു പ്രോഗ്രാമായി എടുക്കാൻ ഞങ്ങള് അതിന് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ഞങ്ങൾ ആ പേരിന് അനർത്ഥമാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞത്. ദൈനംദിനം വന്നു പോകുന്ന കുട്ടികളും അത് കൂടാതെ മുതിർന്നവരായിട്ടുള്ള മറ്റു കുട്ടികളെയും ഞങ്ങൾ ആ ദിവസങ്ങളിൽ മറ്റ് വീടുകളിൽ ക്ഷണിച്ചുകൊണ്ട് വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നതിന് എല്ലാ വാർഡിലെയും മെമ്പർമാർ, 18 വാർഡുകൾക്കുള്ളത്, എല്ലാ വാർഡിലെയും മെമ്പർമാർ വളരെ ശുഷ്കാന്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? വയോജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു പകൽ വീട് നിർമ്മിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയാണ് പകൽ വീട് ഞങ്ങൾക്ക് നിർമ്മിക്കുവാൻ കഴിഞ്ഞത്. അതിന് അനിവാര്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് ഇവിടെ ഞങ്ങളുടെ കരഗതം ഇരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ സാങ്കേതികമായി കറണ്ട് കിട്ടുക എന്ന ഒരു പ്രക്രിയ മാത്രമേ നടക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പകൽ വീടിന്റെ പ്രവർത്തനം ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരം കഴിയുന്നതിന് മുമ്പായി തന്നെ ഈ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമൂഹത്തിൽ പകൽ വീടിന്റെ ഏറെ കൂടുതലായി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ടൂറിസം മേഖലയ്ക്ക് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള പ്രദേശം തന്നെയാണ്. അത്തരത്തിൽ ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽ ഏതൊക്കെ ടൂറിസം കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്? അത്തരത്തിൽ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? നമ്മുടെ കായൽ മേഖലയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത്. ഈ വേമ്പനാട് കായലിന്റെ മരണം അതിന്റെ വക്കിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ വേമ്പനാട് കായൽ ഞങ്ങളുടെ പഞ്ചായത്തുമായി ഓരം ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ മുഴുവനായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നുള്ളതും അതേപോലെ തന്നെ ഈ പുനർനിർമ്മിക്കുക, വേമ്പനാട് കായലിനെ പുനർനിർമ്മിക്കുക എന്ന സതുദ്ദേശത്തോടുകൂടി കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്കിടയിൽ 2-3-4 പ്രാവശ്യങ്ങളായി അവിടെ ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ, മാലിന്യങ്ങൾ മുഴുവൻ, ഈ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ മുഴുവൻ വേമ്പനാട് കായലിൽ നിന്ന് കളക്ട് ചെയ്യുവാനും അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ 18 വാർഡുകളിലായി ഞങ്ങൾക്ക് 36 മിനി MCFുകളും അതുപോലെ തന്നെ കേന്ദ്രീകൃതമായ ഒരു MCFുമാണ് വർക്ക് ചെയ്യുന്നത്. അതിന് 36 ഹരിതകർമ്മസേനയും അതിനൊരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ASന്റെയും മറ്റു ജീവനക്കാരുടെയും VOയുടെയും ഒക്കെ സഹായത്താൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഈ കായൽ മേഖലയുടെ ശുചീകരണത്തിന് ഞങ്ങൾക്ക് നന്നായി സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കായലിന്റെ സമീപ പ്രദേശങ്ങളിലായി ഹൗസ് ബോട്ടുകളുടെയും അതേപോലെ തന്നെ റിസോർട്ടുകളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് കൃഷിക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. കൃഷിയുമായി, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർക്കായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കുന്നത്? സ്വയം പര്യാപ്തമാകുന്ന രീതിയിൽ, പച്ചക്കറി സ്വയം പര്യാപ്തമാകാവുന്ന രീതിയിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആര്യാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും 18 വാർഡുകളിലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ നന്നായി ഈ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ കൃഷി ഓഫീസുമായും കൃഷി ഓഫീസർമാരുമായും അസിസ്റ്റന്റുമാരും ഒക്കെ
നമ്മുടെ വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഉള്ള ക്ലാസുകൾ നൽകുന്നതിനും ബോധവൽക്കരണം നൽകുന്നതിനും അതേപോലെ തന്നെ കാർഷിക ദിനം വരുമ്പോൾ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ആര്യാട് ഗ്രാമപഞ്ചായത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുവാൻ കഴിയുന്നത്. തീർച്ചയായും. അപ്പോൾ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇനി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഈ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാലിന്യമുക്ത നവകേരളം എന്ന സ്ലോഗൻ അതിന്റെ പൂർണ്ണമായ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ജനങ്ങളുമായി എന്നും മുഖാമുഖം നമ്മളുടെ ഇതിന്റെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വലിച്ചെറിയുക എന്ന ശീലത്തിൽ നിന്ന് പൂർണ്ണമായി ജനങ്ങളെ വിമുക്തരാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം പഞ്ചായത്ത് നടത്തുന്നതിന് വേണ്ടി ഇടവഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് രാത്രികാലങ്ങളിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന CCTV ക്യാമറകൾ വെച്ചുകൊണ്ടും ഈ പൂർണ്ണമായും നമ്മുടെ ആര്യാട് ഗ്രാമപഞ്ചായത്ത് 100% ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും മാലിന്യമുക്ത പഞ്ചായത്തായി മാറാൻ കഴിയുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടർച്ച അനിവാര്യമാണെന്നും ആ തുടർച്ച 100%ആക്കി മുമ്പോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെറിയ വഴികളിലൂടെ പോലും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടുകൊണ്ട് പ്രകാശപൂരിതമായി രാത്രികാലങ്ങളിൽ പോലും സ്ത്രീ സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് യാത്രകൾ ചെയ്യാൻ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും വിധത്തിൽ 1-2 വാർഡുകളിലെ ചെറിയ ടൈൽ റോഡുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് നമ്മുടെ 18 വാർഡുകളിലെയും എല്ലാ വീടുകളിലും നമുക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ജൽജീവൻ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വിരലിലെണ്ണാവുന്ന അതായത് PWD റോഡുകളുടെയും NH റോഡിന്റെയും സൈഡിൽ താമസിക്കുന്ന വളരെ ചുരുക്കം വീടുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വീടുകളിലും നമുക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വാട്ടർ റിസോഴ്സ് നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സഹായത്താൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പായി നമ്മുടെ പഞ്ചായത്തിന്റെ 13 സെന്റ് സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് നൽകുകയും അവിടെ 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജലത്തിന്റെ ഒരു ദൗർലഭ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇനിയുമുണ്ട്. പഞ്ചായത്തിന് മുന്നിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ സന്തോഷ് ലാൽ.